ശർമാജി, നമുക്ക് കത്ത് വന്നിരിക്കുന്നത് ചെന്നൈയിൽ നിന്നാണ്. ശ്രീകലയാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകളുടെ കാര്യത്തിനായിട്ടാണ് അമ്മയും കത്ത് അയച്ചിരിക്കുന്നത്. മകൾ M.Tech കഴിഞ്ഞതാണ്, ജോലിയൊന്നും ആയിട്ടില്ല. ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്നുള്ള വാശിയിലാണ് മകള്. മകൾക്ക് ഗവൺമെന്റ് ജോലിക്ക് സാധ്യതയുണ്ടോ, വിവാഹം എന്ന് നടക്കും എന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് ജോലിയാണ്. മകളുടെ ഗ്രഹനില സൂചിപ്പിക്കുന്നത് ജനിച്ച ലഗ്നത്തിൻ്റെ 6-ാം ഭാവത്തിൽ ഭാഗ്യബിന്ദു കാണപ്പെടുകയാൽ, അതും ബുധക്ഷേത്രത്തിലാകയാൽ കോൺട്രാക്ടർ, ബാങ്കർ, ബാരിസ്റ്റർ, ലൈഫ് ഇൻഷുറൻസ്, പണയിടപാടുകൾ, ചിട്ടി ഇടപാടുകൾ, സ്വർണ്ണപ്പണ്ട പണയത്തുമേൽ പണം കടം കൊടുക്കുക, വസ്തുവാഹന ഈടുമേൽ പണം പലിശയ്ക്ക് കൊടുക്കുക, ചുരുക്കത്തിൽ ബാങ്ക് ജോലിയോ ലൈഫ് ഇൻഷുറൻസോ കോൺട്രാക്റ്റ് വർക്കുകളോ ബാരിസ്റ്റർ തൊഴിലുകളോ ഇവയിലേതെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെടും. ഇവയിലൂടെ ധനാഗമം ഉണ്ടാവും. ലഗ്നാൽ 6-ാം ഭാവത്തിൽ ഭാഗ്യബന്ധു കാണപ്പെടുകയോ കോൺട്രാക്ടർ, ബാങ്കർ, ബാരിസ്റ്ററായോ തീരാം. 2025 മെയ് മുതൽ ഇടവരാശിക്കാർക്ക് ധനസ്ഥാനത്തേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കുന്നു. പൊതുവെ ധനം, വാക്ക്, പ്രവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കിയാൽ ഈ സമയത്ത് ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുണ്ട്. കാർത്തിക ഒടുവിലത്തെ 45 നാഴിക, രോഹിണി, മകയിരം ആദ്യത്തെ 30 നാഴിക, ഈ നക്ഷത്രക്കാർക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രിക്ക് അനുസരണമായ രീതിയിൽ ഉപജീവന മാർഗം പ്രൈവറ്റോ ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ വിദേശമോ ഏതെങ്കിലും തരത്തിൽ കിട്ടും. അതിൽ ഭാഗ്യബന്ധു 6-ാം ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ബാങ്കിങ്, ലൈഫ് ഇൻഷുറൻസ്, പണം പലിശയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സെക്ഷൻ, സ്വർണം പണയം വെച്ച് കടബാധ്യതകൾ വല്ല പലിശ മേടിക്കുക, അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വർക്കുകൾ നടത്തി ലാഭം എടുക്കുക, ബാരിസ്റ്റർ ഉദ്യോഗത്തിൽ പ്രവേശിക്കുക, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. തൊഴിൽ മേഖല ഡെവലപ്പാവും. ബുധഗ്രഹത്തെ ഒന്ന് ശക്തിപ്പെടുത്തുന്നതോടൊപ്പം അതിൽ ശ്രേഷ്ഠമായ പദവി ലഭിക്കുകയും അതിലൂടെ ആദായങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അധികം സമയമില്ല, വരുന്ന മെയ് മാസം പകുതിയോട് കൂടിയൊക്കെ ധനസ്ഥാനത്തേക്ക് വ്യാഴഗ്രഹം പ്രവേശിക്കും. കൃത്യമായിട്ട് മെയ് 21 ഒക്കെ കൂടിയാണ് വരുന്നത്. എങ്കിലും ഏപ്രിൽ മാസം മുതലേ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. ആ സമയങ്ങളിൽ ജോലി കിട്ടും. ജോലിയിൽ പ്രവേശിക്കുക. ആജീവനാന്തം ബുധനെ പ്രസാദിപ്പിക്കുന്നിടത്തോളം, ശക്തിപ്പെടുത്തുന്നിടത്തോളം എത്ര കണ്ട് ശക്തിപ്പെടുത്തുന്നു അത്ര കണ്ട് ഗുണം കിട്ടും. ഗ്രഹനിലകളിൽ ചിലർക്ക് 1-2 ഗ്രഹങ്ങളായിരിക്കും പുഷ്ടിപ്പെട്ട് നിൽക്കുന്നത്. ചിലർക്ക് 4 ഗ്രഹങ്ങൾ വരെയുണ്ട്, ചിലർക്ക് 5 ഗ്രഹമുണ്ട്. ഇവിടെ 2 ഗ്രഹമുണ്ട്. അതിൽ പെട്ടെന്ന് ബുധനാണ് പ്രസാദിക്കുന്നത്. വിദ്യയുടെയും വിനയത്തിൻ്റെയും കൗശലത്തിൻ്റെയും മാതുലിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ബാങ്കിൻ്റെയും കോൺട്രാക്റ്റിൻ്റെയും ബാരിസ്റ്റർ തൊഴിലിൻ്റെയും അതുപോലെ തന്നെ പണം ഇടപാടുകൾ പലിശയ്ക്ക് കൊടുക്കുകയും അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളൊക്കെ കമ്മീഷൻ ഏജൻറ്റും ഒക്കെ ചെയ്യുന്ന ജോലി ബുധനെ കൊണ്ട് ചിന്തിക്കാം. കണക്ക്, ഗണിതം, വാക്ക്, പ്രസംഗം, ഹാസ്യം ഇവയെല്ലാം ബുധനെ കൊണ്ട് ചിന്തിക്കാം. ബുധനെ എത്ര കണ്ട് ശക്തിപ്പെടുത്തുന്നോ അത്രയും വേഗം ജോലിയും അത്രയും ഗുണഗണങ്ങളുണ്ടാകുകയും ചെയ്യും. എല്ലാ ബുധനാഴ്ചകൾ തോറും ബുധക്ഷേത്രമാവുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അതുപോലെ തന്നെ തുളസി ഇലകൾ കൊണ്ട് പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണാപേതോ തം ബുധം പ്രണതോസ്മിഹം എന്ന ബുധസ്തോത്രങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകൾ ചെയ്യുന്നതും കഴിവതും പച്ച വസ്ത്രം ബുധനാഴ്ച ധരിച്ചുകൊണ്ട് നീങ്ങുന്നതും ബുധനാഴ്ച ദിവസങ്ങളിൽ വിദ്വാൻമാർക്കും അതുപോലെ തന്നെ മാതുലന്മാർക്കും സ്നേഹിതർക്കും സ്നേഹ ഉപഹാരങ്ങളും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായങ്ങളും ഒക്കെ ചെയ്യുന്നതും കൊച്ചു കുട്ടികൾക്ക് മിഷ്ടാന്ന ഭോജനം ചെയ്യുന്നതും ബുധന് ശക്തി വരും. ശക്തി കൂടിയ
ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനങ്ങൾ മാസം തോറും വർഷം തോറും എല്ലാ ബുധനാഴ്ച തോറും ഒക്കെ ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ഗുണം ചെയ്യും. അടുത്ത 17 വർഷക്കാലം ഏറ്റവും നല്ലതായിട്ട് കാണും. ഇപ്രകാരം ഉദ്യോഗമൊക്കെ കിട്ടി, സാമ്പത്തിക നിലയൊക്കെ ഉയർന്നു, തൃപ്തിയായി എന്ന് കണ്ട ദേവാമൃതത്തിലോട്ട് വീണ്ടും ഒരു കത്തൂടെ അയക്കാൻ മറക്കരുത്.